ഹായ് ഫ്രണ്ട്സ്, ഡിവാനോ ഫാമിലി ഫുഡ് ആൻഡ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരു തുരുത്തിലോട്ടാണ്. പൊന്നിൻ തുരുത്താണ് സ്ഥലത്തിന്റെ പേര്. വക്കത്ത് സ്ഥലം ചേട്ടാ, സ്ഥലം പണയിക്കടവ് എന്നുള്ള സ്ഥലത്താണ് ഈ തുരുത്ത്. ഗോൾഡൻ ഐലൻഡ് എന്നും അറിയപ്പെടും ഈ പൊന്നിൻ തുരുത്ത്. ഇവിടെ വരണമെങ്കിൽ വൈകിട്ട് 4:30 മണി വരെ ഉള്ളൂ അല്ലേ വള്ളം. 5 മണി വരെയാണ് വള്ളം കിട്ടുന്നത്. നമ്മളിപ്പോൾ വള്ളം പ്രതീക്ഷിച്ചാണ് വന്നത്, പക്ഷെ വള്ളം കിട്ടില്ല. അവിടെ ഞങ്ങളിപ്പോൾ ഒരു ബോട്ട് എടുത്തു. ബോട്ടിലാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, 5 മണി വരെ വൈകിട്ട് വള്ളമുള്ളൂ. അതിന് മുന്നേ വരാൻ ശ്രമിക്കുക എല്ലാവരും. ഇങ്ങനെ ഇപ്പം നമ്മളിത് ഇങ്ങനെ കണ്ടു വെള്ളത്തിന് നടുക്കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ആദ്യം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? നമ്മൾ ഈ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 9 തൊട്ട് 5 മണി വരെ നമുക്ക് അലോഡ് ഉണ്ട്. അത് കഴിഞ്ഞ് ഈ ഫിഷിങ്ങിന്റെ ആൾക്കാരാണ് അവര് നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓടാൻ പറ്റും. അത്രേ ഉള്ളൂ പറഞ്ഞു, വേറെ ഒന്നും. എന്നാലും ഒരു നല്ലൊരു എൻജോയ്മെന്റ് അല്ലേ ഈ നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞത്? അതെ അതെ, രാവിലെ വരണം. 5 മണി കഴിഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല. അപ്പോൾ നേരത്തെ വരിക, കാര്യങ്ങളെ കണ്ട് സന്തോഷിച്ച് പോവുക എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മുടെ ചേട്ടനെ മനസ്സിലാവുണ്ടല്ലോ, നിങ്ങൾ കേൾക്കുന്നവർ മനസ്സിലാക്കുക. ചേട്ടൻ്റെ വേണമെങ്കിൽ സംബന്ധിക്കാനുള്ള ഫോൺ നമ്പറും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മതി കേട്ടോ. ശരി, ചേട്ടൻ്റെ ഫോൺ നമ്പറും തരണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ആരുമില്ല, പക്ഷേ രാവിലെ വൈകുന്നേരം അത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ശിവക്ഷേത്രമാണ് ഉള്ളത്. ശിവപാർവതി അവരെല്ലാവരും കൂടെ ഉള്ളത്. അമ്പലം തുറന്നിട്ടുണ്ടാവുന്നല്ലേ? 4 മണിക്ക് ഓപ്പണാവും. വെള്ളത്തിലൊക്കെ ആൾക്കാർ അതാ സൈഡ് കൊക്ക് വള്ളത്തിലും വരണം. അങ്ങനെ വള്ളം കിടക്കില്ലേ ചേട്ടാ? ഇവിടെ 4 മണിക്ക് വരും. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൊണ്ട് ആക്കാം. തിരിച്ച് അവിടെ തിരിച്ചുണ്ടാക്കണ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അത് ഒരു വയസ്സായ പാട്ടിയാണ് ഊന്നി പോകാൻ പാടാണ്. മഞ്ഞമുളയൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്നിൻ തുരുത്തിലേക്ക് കയറുന്ന വഴി. ഇവിടെ അമ്പലമുണ്ട്, പൊന്നിൻ തുരുത്ത് ശിവപാർവതി വിഷ്ണു ക്ഷേത്രം. അപ്പോൾ നമുക്കിനി അകത്തോട്ട് പോവാം. ഇത് കാടും മേടും നിറഞ്ഞ സ്ഥലമാണ് കേട്ടാ.
പക്ഷികളും കിളികളും ഒക്കെ ഇങ്ങനെ പോയിട്ട് എങ്ങനെ വരുമെന്ന് അല്ലേ? അതൊക്കെ ഇപ്പൊ നോക്കി ഇപ്പൊ അടിപൊളി. അത് കാവാണ്. ഇവിടെ ഒരു നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും ഒരു പ്രതിഷ്ഠയുണ്ട്. ഇവിടെ വരുമ്പോൾ ഇതെല്ലാം കാണാൻ നിങ്ങൾക്ക് ശരിക്കും കാടും പടർപ്പും എല്ലാം നിറഞ്ഞതാണ്. ഭയങ്കര അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ഇവിടെ ഈ നാഗരാജാവും നാഗയക്ഷിയുമാണ്. അതാണ് നാഗരാജാവിന് നാഗയക്ഷിയുടെയും പ്രതിഷ്ഠയാണ് ഇവിടെയും. ശരിക്കും കായലിന്റെ നടുവിലായിട്ടാണ് ഈ ഭാഗം, ഈ തുരുത്ത്. ഇങ്ങനെ തന്നെ എടുത്ത് മൊത്തത്തിൽ എടുക്കാം. നാട്ടുമാവാണ് കേട്ടോ. നാട്ടുമാവല്ലേ? ബാക്കിൽ നിന്ന് നടന്നു വരുന്നവരൊക്കെ ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ നമ്മളെയൊക്കെ എടുത്തോ മൊത്തത്തിൽ. നിങ്ങളുടെ വേണ്ടാത്തവരൊക്കെ മുമ്പോട്ട് പോയി മുമ്പോട്ട് പോകണേ. അന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടെ ഇന്നത്തെ വ്ളോഗ് ഞങ്ങളൊരു കുഞ്ഞ് ഗ്രൂപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ റിലേറ്റീവ്സുമായിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഈ സ്ഥലം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ശരിക്കും കാടും പടർപ്പും എല്ലാം ഉണ്ട്. ഈ പക്ഷികളൊക്കെ ഉണ്ടോ എന്തോ. അത് പറഞ്ഞ് സ്പെഷ്യലെടുക്കണം. അവർ ഈശ്വരനല്ലേ മലയാള മനസ്സു തുറന്നൊരു ഈശ്വരനല്ലേ. പറഞ്ഞ ഒരു നമ്മളൊക്കെ ജനിക്കുന്ന മുമ്പേ ഉള്ളതാണ്. ഒരു 300 വർഷത്തിന് മുകളിലുള്ളതാണ്. ഇവിടെ ശിവക്ഷേത്രമാണ്. അന്ന് വലിയ ക്ഷേത്രമായിട്ടില്ല, ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു. പിന്നെയാണ് ഇവിടെ കമ്മിറ്റിയൊക്കെ കൂടി ഒരു 25 വർഷത്തിനകത്ത് ആവുള്ളൂ ഒരു ക്ഷേത്രം പുതുക്കി പണിഞ്ഞിട്ട്. ഇത് വലിയവരിക്കാരുടെ വകയാണ് ഇവിടെ. മുരളി സാറിൻ്റെയൊക്കെ അമ്മമ്മയുടെയൊക്കെ വകയാണ്. അവർ ആണ് ക്ഷേത്രത്തിന് 1 ഏക്കർ കൊടുത്തേക്കുന്നത് ക്ഷേത്രം വയ്ക്കാനായിട്ട്. എന്നാലും അതിൻ്റെ മേൽനോട്ടമൊക്കെ അവരും ഉണ്ട്. പിന്നെ ഇവിടെ കുളമുണ്ട്, നാഗർകാവുണ്ട്. ഇവിടെ ഈ 30 വർഷത്തിന് മുന്നാലേ നമ്മൾ ഇവിടെ ഇവിടെ പോറ്റി ഞാനാണ് കടത്ത് പൊന്തിക്കൊണ്ട് വരുന്നതൊക്കെ. അപ്പോൾ ഒരു കുളം വൃശ്ചികമാസമാകുമ്പോൾ നമ്മൾ ഇറക്കും. അപ്പോൾ അത് ഇറച്ച് ഒരു 2 മീൻ അതിലുണ്ടായിരുന്നു. അതിനെ ഇടാനായിട്ട് പായലും എല്ലാം കോരിക്കളഞ്ഞ് മണ്ണുമൊക്കെ വാരി മാറ്റി നോക്കുമ്പോഴത്തേക്ക് ഇതിൽ വെള്ളമില്ല. വെള്ളത്തിൻ്റെ ഈർപ്പം എങ്ങോട്ട് പോയെന്ന് ഒരു പിടിയില്ല. അങ്ങനെ ആറ്റിൽ നിന്ന് ഒരു ചരുവം വെള്ളം കൊണ്ടുവന്ന് മധ്യത്തൊരു മമ്മട്ടി കൊണ്ട് തോണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ മീനെ പറക്കി അതിനകത്ത് നമ്മൾ തിരിച്ച് പൂജ കഴിഞ്ഞ് 6:30 പോകാനായിട്ട് നോക്കുമ്പോൾ ഇതിൽ വെള്ളം അങ്ങ് നിറഞ്ഞ് കിടക്കുന്നു. അത് ഭയങ്കരമായ ഒരു ശക്തിയുള്ള കുളമാണ്. അതിനുശേഷമൊക്കെ ഇപ്പോൾ ഒരു പുതുക്കിയൊക്കെ ശരിയാക്കി. അതുകൊണ്ട് ഇവിടെ ശരിക്ക് ആളൊക്കെ വരും. അന്ന് ഈ പ്രദോഷ നോമ്പുകാരൊക്കെയാണ് ശരിക്കും വരുന്നത്. അന്ന് കൂടുതലും ആൾക്കാർ അങ്ങനെ വരാറില്ല. ഈ ക്ഷേത്രമൊക്കെ പണിയപ്പോഴത്തേക്ക് ആൾക്കാർ ശരിക്കും വരും. ശിവരാത്രിക്ക് പൊങ്കലിടാനും ഒരു 10,000 പേർ ഇവിടെ
ഇത്തവണ ശിവരാത്രിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ശിവരാത്രിക്ക് ഉറക്കമൊഴിയാനും ആൾക്കാർ ഇവിടെ ഒഴിയാൻ ആളുണ്ട്. പുറത്തുനിന്നുള്ള നോർത്ത് ഇന്ത്യൻസ് അങ്ങനെയുള്ള ഉണ്ടായിരുന്നു. അവരൊക്കെ വരുമല്ലോ. ഇംഗ്ലീഷുകാരുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ഞാനാ കൊണ്ടാക്കിയത്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരണമെങ്കിൽ ഏതൊക്കെ വഴി കൂടി നമുക്ക് ഇവിടെ വരാൻ പറ്റും? നമുക്ക് നെടുങ്കണ്ട 1-ാം പാലം വഴി ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ കടത്തുണ്ട്. പിന്നെ നമ്മളൊക്കെ പ്രൈവറ്റ് കടത്താണ്. നമ്മൾ മുരളി സാറിൻ്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 2-3 ഇന്ത്യക്കാരാണ് വന്നത്. അവരെയും കൊണ്ട് ഞാൻ വന്നതാണ് ഇപ്പോഴും. അത് നെടുങ്കണ്ടത്ത് നിന്നാണ് വന്നത്? നെടുങ്കണ്ടയിൽ നിന്ന്. നെടുങ്കണ്ട. നമ്മളിപ്പോൾ വന്നപ്പോൾ വണ്ടി ഇവിടെ വരും. ഇവിടെ തൊട്ട് മുകളിൽ വണ്ടി വരും. നമ്മളിപ്പോൾ വന്നപ്പോൾ അവിടെ വള്ളം ഇല്ല, അതുകൊണ്ട് ബോട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ബോട്ടിലാണ് ഞങ്ങളിപ്പോൾ വന്നത്. അത് പണയക്കടവ് പണയക്കടവ് എന്നാണ്. അവിടെ ബോട്ടേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു കടത്തുവള്ളം അവിടെ നിന്ന് വരും. കാലത്ത് 7:30 മണിക്കകത്ത് ഇവിടെ വരും. വൈകിട്ട് 4-4:30 എടുക്കും. പിന്നെ ഇവിടെ നിന്ന് അമ്പലം എത്ര മണിക്ക് അടയ്ക്കുന്നതും? അമ്പലം ഇനിയിപ്പോൾ 6-6:30 കഴിയുമ്പോഴടയ്ക്കും. കാലത്തെ 7 മണിക്ക് മുന്നേ തുറക്കും. ദിവസവും നിത്യപൂജയുണ്ട്. കാലത്ത് 8 മണിക്കൊരു പൂജയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 10:30 മണി കഴിയുമ്പോഴത്തേ പൂജയ്ക്ക് കയറും. 11-11:30 തീരും പൂജ. ഇതെന്താണ് ശിവപാർവതി വിഷ്ണു ക്ഷേത്രം ഈ 3 പേരും കൂടി അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത? അത് പിന്നെ ഐതിഹ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതങ്ങനെ ശിവപാർവതി വിഷ്ണു ക്ഷേത്രം ആക്കിയത്. നേരത്തെ ശിവൻ്റെ ഒരു ഇത്ര പൊക്കമുള്ള ഒരു വിഗ്രഹമായിരുന്നു. അത് മാറ്റിയിട്ടാണ് ഈ ചെറിയ വിഗ്രഹം ശിവൻ്റെ ഉണ്ടാക്കിയത്. പിന്നെ ഗണപതി കൊച്ചു വിഗ്രഹമായിരുന്നു. അപ്പോൾ അതങ്ങോ വലുതായി. അത് പിന്നെ അതിനകത്ത് കയറണം വളരെ പാടുപെട്ടാണ് സൈഡിൽ കൂടെ പുറത്ത് കഴിയുന്നത്. വളർച്ചയുള്ള ഗണപതിയാണ്. അതുകൊണ്ട് കുറച്ച് കുടുംബാംഗങ്ങൾക്ക് ഇതുപോലെ ഒരു മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഗണപതിയുടെ പ്രത്യേകിച്ച് എന്തെങ്കിലും നേർച്ച അങ്ങനെ വഴിപാട് അങ്ങനെ വഴിപാടൊക്കെ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും 41 ദിവസവും വിളക്കുണ്ട്. 2000 രൂപയാണ് വൈകിട്ടത്തെ വിളക്ക്. അത് എല്ലാ ദിവസവും ഉണ്ട്. ഓരോരുത്തർ നേർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആൾക്കാർക്ക് നല്ല വിശ്വാസവും ഇതാണ്. നമുക്കും അതേപോലെയാണ്. നമുക്ക് ഒരിക്കലും ശിവൻ നമ്മളെ പട്ടിണി ഇടില്ല. എവിടെ നിന്നെങ്കിലും നമുക്ക് ആളെ കൊണ്ടുവരും. അപ്പോൾ നമുക്കിത് ഇത്രയും വിശദീകരിച്ചെന്ന് ചേട്ടൻ്റെ പേര് ചോദിച്ചില്ല. എൻ്റെ പേര് രവീന്ദ്രൻ. രവീന്ദ്രൻ ചേട്ടനാണ് നമുക്ക് ഇത്രയും നേരം ഇതെല്ലാം നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നത്. ഇവിടെ പേര്? എൻ്റെ പേര് ജിമ്മർ സുരൻ. ഒന്നുകൂടി. എൻ്റെ പേര് ജിമ്മർ സുരൻ. ജിമ്മർ സുരൻ. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇവരോട് ചോദിച്ചാൽ മതി, ഇവർ തന്നെ പറഞ്ഞു തരും. അപ്പോൾ അതൊരു ഉപകാരമുണ്ട് കേട്ടോ. ബാക്കി വീഡിയോസ് ഒക്കെ എടുക്കാനുള്ള നല്ല സ്ഥലങ്ങളുണ്ട്. മാമൻ പറഞ്ഞ കുളം ആ സൈഡിൽ നാഗരകാവ് ഇതെല്ലാം ഉണ്ട്. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് സുരൻ? നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത് ആ മാമൻ പറഞ്ഞ കുളത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് ക്ഷേത്രക്കുളമാണിത്. ക്ഷേത്രക്കുളം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ശിവരാത്രിക്ക് പ്രത്യേകിച്ച് പൊങ്കാല ഇടുന്നവർക്ക് ഈ കുളത്തിൽ നിന്നാണ് വെള്ളം എടുത്ത് കൊടുക്കുന്നത്. ഈ കുളത്തിലെ വെള്ളം എടുത്താണ് ഇവിടുത്തെ പ്രതിഷ്ഠയൊക്കെ കഴിയുന്നതെന്നാണ് പറയുന്നത്. ഇങ്ങോട്ട് വന്നാൽ അതിൻ്റെ ക്ലീനായിട്ട് വീഡിയോ കിട്ടും. പിന്നെ ഇതിപ്പോഴൊന്നും അത് വൃത്തിയാക്കിയൊന്നുമില്ല. ശിവരാത്രിയിൽ അന്ന് ഒരു 5-6 ദിവസത്തിന് മുമ്പ് മാത്രമേ ഈ കുളം വൃത്തിയാക്കി നല്ല ഇതായിട്ടൊക്കെ എടുക്കുകയുള്ളൂ. അതുകൊണ്ടങ്ങനെ ഇവിടെ സൈഡിൽ പാറയൊക്കെ കെട്ടിയിട്ടുണ്ട്. അത് കെട്ടാൻ തന്നെ വള്ളത്തിലാണ് പണ്ടുള്ള ആൾക്കാർ വള്ളം തുഴഞ്ഞാണ് ഇവിടത്തേക്കുള്ള സാധനങ്ങൾ മൊത്തം എത്തിക്കുന്നത്. ഈ ഫ്രണ്ട് സൈഡ് മാത്രമേ ഇത്ര പ്രൊട്ടക്ഷനായിട്ട് ഇരിക്കുന്നുള്ളൂ. ബാക്കി 4 സൈഡും വെള്ളത്തിനോട് കിടക്കുകയാണ്. പിന്നെ ഈ വലിയ വലിയ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇത്ര ഇതൊന്നും ഇല്ലാതെ നല്ല സംരക്ഷിച്ച് പോകുന്നത്. ചുറ്റും കായലിന് നടുക്കായിട്ടാണ് ഇരിക്കുന്നത്. അതിനാണ് പറയുന്നത് പൊന്നും തുരുത്തെന്നാണ് ഇവിടെ പേര് പറയുന്നത്. അതിന് ഇംഗ്ലീഷുകാർ വന്ന് അതിന് ഗോൾഡൻ ഐസിലി എന്നാണ് പേര് ഇട്ടിരിക്കുന്നവർ. ഇവിടെ ഉള്ളവർ പറഞ്ഞാൽ നമുക്ക് അറിയാം നമ്മൾ പൊന്നും തുരുത്താണ്. എന്നുവെച്ചാൽ ഇവിടുത്തെ ദൈവത്തിന് എന്തോ വിഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ പൊന്നിൻ്റെ ഇത് വെച്ചാണ്, അതായത് മണ്ണിൽ നിന്ന്
എടുത്ത വിഗ്രഹം ആയതുകൊണ്ടാണ് പൊന്നുംതുരുത്ത് നിന്ന് തന്നെ പേരിട്ടിരിക്കുന്നതാണ് പണ്ടുള്ള നമ്മളെ കാരണവർ പറഞ്ഞിട്ടുള്ളത്. അതാണ് അമ്മക്ക് അറിയാവുന്നത്. അതാണ് ഓരോരുത്തർ പറയുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് 4 സൈഡും ഫുള്ള് വെള്ളമാണ്. എത്ര വെള്ളപ്പൊക്കം വന്നാലും ഈ ക്ഷേത്രത്തിന് ആ വെള്ളപ്പൊക്കം ബാധിക്കില്ല. ചില ദിവസങ്ങളിൽ തന്നെ ഭയങ്കര വെള്ളപ്പൊക്കം വരുമ്പോൾ തന്നെ ഈ വെള്ളം തന്നെ നമ്മൾ ഇറങ്ങി വന്നില്ലേ, അവിടെ ഒരു മാവ് വയ്ക്കുന്നു, ആ മാവിൻ്റെ അവിടെ വരെ ചെല്ലുമെന്നാണ് പറഞ്ഞത്. അത് പണ്ട്. ഇപ്പോൾ വെള്ളപ്പൊക്കമൊന്നും ഇല്ല, അല്ലേ? പൊഴി അടിയാക്കിക്കൊണ്ട് ഇപ്പോൾ വെള്ളപ്പൊക്കവും ഇല്ല. പിന്നെ എല്ലാ സ്ഥലവും നല്ല ഫുള്ള് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു പ്ലേസ് ആയതുകൊണ്ടാണ് ടൂറിസ്റ്റുകാരും നമ്മൾ ഈ അടുത്ത് കിടക്കുന്നവർക്കാണ് ഇവിടെ വരാൻ ഭയങ്കര പാട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഏത് ദിവസമാണ്? ഏറ്റവും കൂടുതൽ ആൾക്കാർ ശിവരാത്രിയിലാണ്. ശിവരാത്രിയിൽ. ബാക്കി സൺഡേ അങ്ങനെയുള്ള ഹോളിഡേയ്സിനൊക്കെ ഇവിടുത്തെ ഉള്ള ആൾക്കാരൊന്നും വരൂല, പുറത്തുനിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. അറിഞ്ഞറിഞ്ഞ ആൾക്കാർ വരും. ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ രാവിലെ ശിവരാത്രിയിലാണ് ഇവിടെ ഭയങ്കര ആള് വരുന്നത്. രാവിലെ 6 മണി 5:30 വെള്ളം പോകും. അപ്പോൾ തന്നെ ഇവിടെ ഒരു 10-15 വെള്ളം കാണും. അന്നദാനം മൊത്തം ഇവിടുത്തെ പൊങ്കാല വൈകിട്ട്. പിന്നെ ശിവരാത്രി അന്ന് രാവിലെ 6 മണിക്ക് പോകുന്ന വെള്ളം പിറ്റേന്ന് അടുത്ത ദിവസം 5 മണിയാകുമ്പോഴേ ആ വെള്ളത്തിൻ്റെ പോക്ക് നിൽക്കുള്ളൂ. ചില എന്തിനാണ് രാത്രി ഉറക്കം ഒണിച്ച് ശിവനെ പ്രാർത്ഥിക്കുന്നതിനുള്ള ഒരു ചടങ്ങുണ്ട് രാത്രി. അതുള്ളത് കൊണ്ട് എപ്പോഴും വെള്ളം ഉള്ളത് കൊണ്ട് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. വേറെ ഇവിടെ ഒരു സാമൂഹ്യ ഒരു തരം പരിപാടിയൊന്നുമില്ല. പിന്നെ നമ്മളെ അമ്മാമ്മയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ പണ്ട് ഇവിടെ ഒരു കാളയുണ്ടായിരുന്നു. ആ കാള ഇവിടെ തന്നെ കിടക്കുന്നത് ശിവൻ്റെ കാളയായിട്ടാണ് അറിയപ്പെടുന്നത്. പുറത്തുനിന്നുള്ളവർ ആര് വന്നാലും ഇതിൻ്റെ അകത്ത് കയറ്റൂല. ആ കാള അതിനെ ഇടിച്ചു പൊട്ടിക്കുമെന്നാണ് പറയുന്നത്. ആ മാമ അത് പറയാൻ വിട്ടുപോയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ പഴയ ഐതിഹ്യങ്ങളാണ്. എന്ന് വെച്ചാൽ ആ കാളേനെ ഇവിടെ തന്നെ പോറ്റി ഇവിടുത്തെ ആൾക്കാർ വരുമ്പോൾ മാത്രം ആ കാള എവിടെയെങ്കിലും പോയി ഒതുങ്ങി നിന്നു. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് മൊത്തം ടൂറിസ്റ്റിൻ്റെ ഒരു ഇതായിട്ട് ആക്കാനായിട്ട് നിന്നേണ്. അപ്പോൾ അതുവരെ ആക്കിയായിരുന്നു. പണ്ട് നേരത്തെയൊക്കെ ഒരു 2-3 വർഷത്തിന് മുമ്പ് ഏറുമാടമൊക്കെ വെച്ചായിരുന്നു. പിന്നെ അതൊക്കെ നോക്കി നടത്താനൊന്നും ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു. ആ ബാക്ക് സൈഡിൽ അവിടെ കയറി വരുമ്പോൾ ഒരു ഹട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു അവിടെ. ഇതെന്താണ് ഇത് ഇത്ര മാത്രമേ ഇവിടെ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള ബൗണ്ടറി ഉള്ളൂ. താഴോട്ട് പിന്നെ ടൂറിസത്തിൻ്റെ ഇതിനായിട്ട് അവർ കുടുംബക്കാർ ചെയ്ത ഓരോ പരിപാടികളാണ്. അവിടെ ആ പ്രതിമയൊക്കെ വെച്ചിരിക്കുന്നത്. ഓ പിന്നെ അതൊക്കെ ഇവിടെ നാളെ നോക്കി നടത്താൻ ഇല്ലാത്തതുകൊണ്ട് കുടുംബ ട്രസ്റ്റിനായിട്ടല്ല, ഇത് കുടുംബക്കാര മാത്രം. പിന്നെ അങ്ങോട്ട് അവിടെ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നു ഒരു പ്രതിമ. പോയില്ല ഒരു മത്സ്യം തന്നെ അവിടെ. ഒന്നുമില്ല, വീഡിയോ ഒക്കെ ഇറങ്ങി വിട്ടു.
ഇവിടെ എല്ലാം വെള്ളത്തിൽ കയറി വെള്ളത്തിലെല്ലാം പോകുന്നു. ഒന്നുമില്ല, വെറുതെ കയറി ഫോട്ടോ എടുക്കും. നമുക്ക് ഫോട്ടോ എടുക്കാം. സത്യം വീഴാൻ നോക്കണം. അതെ, മേലോട്ട് അതെ. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ എത്തി. അതെ. എന്നിട്ട് നീ എന്നെ വിളിച്ചു വരുത്തിയത് ഈടാ എവിടെയാണ് സ്ഥലം? പണയിൽക്കടവ്. പണയിൽക്കടവ്, തിരുവനന്തപുരം വക്കം പണയിൽക്കടവ് അല്ലേ? ആ കാണുന്നത് SR ഡെന്റൽ കോളേജാണ്. അകത്തുമുറി അല്ലേ? അകത്തുമുറി ഡെന്റൽ കോളേജാണ്. ഇപ്പോൾ ഇവിടെ ചുമ്മാ ഒരു വള്ളം കിടന്നു, അങ്ങനെ ചുമ്മാ കയറി ഇരുന്നതാണ്, വള്ളത്തിലെങ്ങും പോകാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ട്, നല്ല സീനറീസും ആണ്. ഒഴിവ് ദിവസങ്ങളിൽ ഇവിടെ കറങ്ങാൻ വരണം. അവിടെ ഹൗസ് ബോട്ടുണ്ട്, അല്ലാത്ത ബോട്ടിംഗ് ഉണ്ട്, വള്ളമുണ്ട്. ഏതിൽ വേണോ നിങ്ങൾക്ക് മാനസികോല്ലാസം നടത്താം. വെറുതെ സമയം പോകുന്നത് അറിയേയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മുടെ മനസ്സിലെ ടെൻഷൻ എല്ലാം ഒഴിവാക്കി ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കാം നമുക്ക്. പിന്നെ നമുക്ക് ഭഗവാനെയും കണ്ട് മടങ്ങാം. പ്രത്യേകമായി വരേണ്ടത് ശിവരാത്രി ദിവസമാണെന്ന് കൂടെ പറഞ്ഞു. ഇതിൽ പ്രത്യേകമായിട്ട് വരേണ്ടത് ശിവരാത്രി ദിവസങ്ങളിൽ വന്നാൽ നമുക്ക് അന്നത്തെ ദിവസമാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ള ദിവസം. അന്ന് ഇവിടെ നിന്ന് ഉറക്കം ഒഴിയാനും ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കാനും എല്ലാത്തിനും പറ്റിയതാണ് ശിവരാത്രി ദിവസം. അന്ന് എല്ലാവരും വരാൻ ശ്രമിക്കുക. പിന്നെ അല്ലാതെയും വരാം, നിങ്ങൾക്ക് എപ്പോഴാണ് ഒഴിവുള്ളത് അപ്പോഴൊക്കെ ഇവിടെ വരണം. ബോട്ടിലും യാത്ര ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് വള്ളത്തിൽ യാത്ര ചെയ്യാം. വള്ളത്തിൽ യാത്ര ചെയ്യാൻ പേടിയുള്ളവർക്ക് ബോട്ടിലും യാത്ര ചെയ്യാം. എനിക്ക് വള്ളത്തിൽ യാത്ര ചെയ്യാൻ നല്ല പേടിയുള്ള ഒരാളാണ്. എങ്കിലും ഞാൻ വള്ളത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്, പക്ഷെ കിട്ടിയില്ല. ഇനി അടുത്ത ഒരു തവണയില്ല, ഇനി എപ്പോൾ അവസരം കിട്ടും അപ്പോഴൊക്കെ വീണ്ടും വരും ഇങ്ങോട്ട്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവർക്കും ഇഷ്ടമായി. ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളുടെ അമ്മൂസിനും നമ്മുടെ മിന്നൂസിനും പിന്നെ നമുക്ക് ഇത്രയും നേരം നമുക്ക് എല്ലാം പറഞ്ഞു നമ്മുടെ ഗൈഡ് ജിമ്മർസുനും ഒരു വലിയ താങ്ക്സ്. ജിമ്മർ അവള് ചെരുപ്പിട്ടുണ്ടോ നേരത്തെ കയറിയത്? ഇന്നില്ലേ ഇതെന്തുവായിരുന്നു? മൊത്തം പൊളിഞ്ഞു പോയി. അല്ല, ഇത് ചെറിയ ഏറുമാടം, വലുതായിരുന്നില്ല. അവിടെ വലുതായിരുന്നില്ലേ? ഞാൻ കേറുന്നില്ല. നീ കേറ്, കേറത്ത് നീ കേറാൻ പറഞ്ഞ നോക്കട്ടെ. നീ അത് കയ്യിൽ വെക്കണ്ട, അത് ഞാൻ ഗുരുവായൂരൂരൻ കണ്ടാ
ഒക്കെ തൊഴുതു ഇറങ്ങിയപ്പോൾ നല്ല ഇരുട്ടായി തുടങ്ങി. പാവം നമ്മുടെ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്ത ചേട്ടൻ്റെ പേര് ജയറാം. നമ്മുടെ ജയറാം ചേട്ടനാണ്. ഇവിടെ വരുമ്പോൾ എല്ലാവരും ചേട്ടൻ്റെ ബോട്ടിൽ കയറുക, ചേട്ടൻ നമുക്ക് വേണ്ടി നല്ല കൺസെഷൻ തരുന്നതാണ്. നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിൽ തൊഴിലിട്ട് വരുന്നവരെ ചേട്ടൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.